ഹലോ ഗായ്സ്, ഇന്നത്തെ ഐറ്റം നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എനിക്കും അത് ഉണ്ടാക്കാൻ ഭയങ്കര കൊതിയായി. അങ്ങനെ ഞാൻ പഴമൊക്കെ വാങ്ങിച്ച് പഴം തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ആക്കി അതിൻ്റെ കൂടെ രണ്ട് ശർക്കരയും കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് ആ ഒരു ചെറിയ പൊട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും വെച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ശർക്കര മെൽറ്റായി കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചു കേട്ടോ. 4 വിസിൽ അടിച്ചിട്ട് അവളെ വിസിൽ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് പഴം അത്ര വേവായി തോന്നില്ല, കാരണം പഴം കുറച്ച് പച്ചയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആ ശർക്കരയ്ക്കൊന്ന് മെൽറ്റാക്കി ഒന്ന് അടുപ്പത്ത് വെച്ച് കണ്ടിനെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, പഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും പപ്പടും കൂടി വേണം കേട്ടോ. ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് പഴം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും പപ്പടം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പപ്പടം കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പായസമൊക്കെ കഴിക്കുന്ന അടപ്രഥമനൊക്കെ കഴിക്കില്ല, ഇതുപോലെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. എൻ്റെ തേങ്ങാപ്പാലിൽ വെള്ളം ഇല്ലാത്ത രീതി ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലൂസ്നെസ് ഉണ്ട്. അങ്ങനെ ഞാനിതാ എൻ്റെ കെട്ടിയോനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. മൂപ്പര് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് അത് എങ്ങാണ് കേട്ടോ. അപ്പോൾ കഴിച്ച മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ഷൻസൊക്കെ കണ്ടാൽ അറിയാലോ. എന്തായാലും നല്ല ഇഷ്ടമായിക്കണേ, എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ബായ്.